മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യേശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 28 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോ മലയില് രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ചാണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് ഈശോ മലയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ഈശോ രൂപാന്തരം പ്രാപിക്കുകയാണ്. ഇത് ശിഷ്യന്മാര് കാണുന്നുമുണ്ട്. അവസാനം പിതാവായ ദൈവത്തിന്റെ സ്വരം, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവേ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുവാനായിട്ട് മലയിലേക്ക് കയറിപ്പോകുന്ന ഈശോയാണ് രൂപാന്തരപ്പെടുന്നത്. പ്രാർത്ഥന നമ്മളെ രൂപാന്തരീകരണത്തിലേക്ക് നയിക്കണം. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ ഒരു രൂപാന്തരീകരണം, ഒരു വിശുദ്ധിയുടെ ജീവിതം നമുക്കുണ്ടാവും. കർത്താവിന്റെ വസ്ത്രം വെണ്മയോടെ തിളങ്ങിയെന്നാണ് നമ്മൾ തിരുവചനത്തിൽ കാണുക. അത് അവിടുത്തെ വിശുദ്ധിയാണ്. അവിടുത്തെ മഹത്വം അവിടുത്തെ വിശുദ്ധിയാണ്. ആ മഹത്വം അവിടുന്ന് കാണിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വിശുദ്ധിയില്ലാതെ പ്രാർത്ഥനകൾക്കൊന്നും അർത്ഥമില്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. ദൈവത്തിനുമുമ്പിൽ നമ്മൾ ഓരോ കാര്യങ്ങളെ സമർപ്പിക്കുമ്പോൾ, ഓരോ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് വിശുദ്ധി എന്ന് പറയുന്നത് എന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടെ ദൈവത്തിനുമുമ്പിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുക. രണ്ടാമത്തെ കാര്യം ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ദൈവത്തെ ശ്രവിക്കുന്നവരായിട്ട് മാറണം. ഇവനെ ശ്രവിക്കുവനെന്നാണ് പിതാവായ ദൈവം അരുളി ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥന ദൈവത്തെ ശ്രവിക്കുന്നതായിട്ട് മാറണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെ പ്രാർത്ഥനകൾ, ദൈവത്തെ നമ്മൾ എത്രമാത്രം ശ്രവിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കണം. നമ്മുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ദൈവേഷ്ടം അന്വേഷിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ സാമീപ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് കാരണമാകണം. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതം അവരന്റെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈശോ രൂപാന്തരം പ്രാപിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് സന്തോഷം ഉണ്ടാവുക. അവര് പറയാം, നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. പ്രിയപ്പെട്ടവരെ, നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് അവരന്റെ ജീവിതത്തിന് സന്തോഷം കൊടുക്കണം. അവരന്റെ ജീവിതത്തിനൊരു മാറ്റത്തിന് കാരണമാകണം. നീ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അവരന്റെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് പ്രാർത്ഥന അവരന്റെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കാനുള്ളതും കൂടെ ആകണമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സുവിശേഷത്തിലൂടെ ഈശോ പഠിപ്പിക്കുന്നത്. 1, പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധി ഉണ്ടാവണം. 2, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ ജീവിതത്തിന് സന്തോഷം കൊടുക്കണം. 3, പ്രാർത്ഥന ദൈവത്തെ ശ്രവിക്കാനും ദൈവഹിതം അറിയാനുമുള്ളതാകണം. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെയും ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും ദുരാത്മശക്തിയുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാരത്തിന്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.